ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന അത്ര സുഖമുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ബിഗ് ബോസ് സീസൺ 6 പറ്റിയിട്ട് അഖിൽ മാരാര് 2 ലൈവുകൾ ഈ കുറച്ച് സമയത്തിനുള്ളിൽ 2 ലൈവുകൾ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു ലൈവും ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ മുമ്പ് വേറൊരു ലൈവും ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ അദ്ദേഹം പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അഖിൽ അത് തുറന്നു പറഞ്ഞതിനെ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്ത് ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടു. എനിക്ക് വളരെ സന്തോഷമുണ്ട് അഖിലിനെ പോലെ ഒരാൾ അതിൻ്റെ സത്യം വിളിച്ചു പറയാനായിട്ട് മുമ്പിൽ വന്നതും അദ്ദേഹത്തിൻ്റെ കരിയറിനെ പോലും മറന്ന് ആ കാര്യങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ ഇതേ കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പുള്ള 3 വീഡിയോയിലും ഞാൻ പറഞ്ഞത്. പക്ഷേ അന്നേരം കുറേ ആൾക്കാർ എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ആ 3 വീഡിയോസ് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം, നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക. അതായത് സിബിൻ ഔട്ട് ആകുമ്പോൾ ഉള്ള, അല്ലെങ്കിൽ സിബിനെ പുറത്താക്കുമ്പോഴുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്ത വീഡിയോയും, അത് കഴിഞ്ഞിട്ടുള്ള ഈ കഴിഞ്ഞ എപ്പിസോഡ് 50 എവിക്ഷനെ പറ്റിയിട്ടുള്ള വീഡിയോയും, അതിനിടയ്ക്കുള്ള വേറൊരു ജാസ്മിനെ പറ്റിയിട്ടുള്ള വേറൊരു വീഡിയോ, അങ്ങനെ 3 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെ പല ഡയമെൻഷനിൽ നിന്ന്. ഇപ്പം അഖിൽ മാരാർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ സിബിന് വേണ്ടി മാത്രമാണ് സംസാരിച്ചതെങ്കിൽ ഞാൻ അവിടെ ആ ഒരു ഷോയുടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഞാൻ ആ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പം ഞാനിപ്പോൾ പറയുന്നത് അഖിൽ മാരാർ തൻ്റെ വീഡിയോയിൽ പറയാതെ പോയ, അദ്ദേഹത്തിന് കുറച്ച് ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ടോ എന്തുകൊണ്ടോ അദ്ദേഹം പറയാതെ പോയ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേയധികം പേര് പറയുന്നുണ്ട് ബിഗ് ബോസ് സീസൺ 6 സ്ക്രിപ്റ്റഡ് അല്ല, എഡിറ്റഡാണ് എന്നൊക്കെ. ഡെഫിനറ്റ്ലി ഒരു കുറേയധികം ക്യാമറയിൽ എടുക്കുന്ന വിഷ്വൽസ് ആണ്. അത് എഡിറ്റ് ചെയ്യാതെ ലൈവ് ആണെങ്കിലും എപ്പിസോഡ്സ് ആണെങ്കിലും പുറത്തേക്ക് വിടാൻ വേണ്ടി പറ്റത്തില്ല. സോ ഡെഫിനറ്റ്ലി അത് എഡിറ്റിംഗ് ഡെസ്കിലേക്ക് പോകുന്നുണ്ട്, അവിടെ എഡിറ്റിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഏഷ്യാനെറ്റ് പോലുള്ളൊരു ബിഗ് മീഡിയയ്ക്ക് അതിൻ്റെ TRP കൂട്ടാൻ വേണ്ടി, അവരുടെ ഷോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ഏത് തരത്തിലുള്ള കണ്ടൻറ്റും പുറത്തേക്ക് എടുക്കാൻ വേണ്ടി റെഡിയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കഴിഞ്ഞ സീസൺ 6 ആദ്യത്തെ ഒരു 4 വീക്കിലെ എപ്പിസോഡിൻ്റെ പ്രൊമോയുടെ ടൈറ്റിലും അതിൻ്റെ മെയിൻ പോർഷനും എന്താണെന്ന് നോക്കൂ. അതിനകത്ത് സിജോയും റോക്കിയും ആയിട്ടുള്ള ഒരു അടിയുടെ ദൃശ്യങ്ങൾ ആ ഒരു പ്രൊമോ ഒഴിച്ചാൽ ബാക്കി ഒട്ടുമിക്ക ഒരു 80% പ്രൊമോയും ഗബ്രിയുടെയും ജാസ്മിൻ്റെയും റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലുള്ള കണ്ടൻസ് പുറത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആളെ പറ്റി ഹെയ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കണ്ടന്റ് പുറത്തേക്ക് പോകുമ്പോൾ അത് ചർച്ചയാകുമെന്നും കുറേ ആൾക്കാർ അത് ഏറ്റുപിടിക്കുമെന്നും ചാനലിൻ്റെ TRP കൂടുമെന്നും ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേണമെങ്കിൽ ആ 1-2 തംബ്നെയിൽസ് അല്ലെങ്കിൽ ആ കുറച്ച് ടൈറ്റിൽസ് അവരുടെ പ്രൊമോടെ ഞാൻ ഇവിടെ കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇപ്പോൾ യൂട്യൂബിൽ അവരുടെ ചാനലിൻ്റെ ആ പ്രൊമോയുടെ താഴെയാണെങ്കിലും നമ്മുടെ ലൈവ് നടക്കുന്ന ഹോട്ട്സ്റ്റാറിൻ്റെ കമൻറ്റ് സെക്ഷനിലാണെങ്കിലും കൂടുതലും ആൾക്കാരും ഇവരെ ഇങ്ങനെ തെറി വിളിക്കുന്നത്, വൃത്തിയില്ലാത്തവർ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കുന്ന രീതിയിലുള്ള കമൻറ്റ്സ് ആണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ആൾക്കാർ അവരെ തെറി വിളിക്കുന്നത്? അതുപോലുള്ള കണ്ടന്റ് അവർ പുറത്തേക്ക് വിട്ടിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് ആ കണ്ടന്റ് പുറത്തേക്ക് വിടേണ്ടി വന്നത്? ഈ പരിപാടികൾ അവരതിനകത്ത് കാണിക്കുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ സോഴ്സ് നോക്കുവാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ചായയിൽ തുമ്മിയ ആ ഒരു പ്രശ്നം, അത് വീട്ടുകാരെല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്, അത് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. പക്ഷേ അവർ ആ ഒരു വീടിനുള്ളിൽ 24 മണിക്കൂറും ഈ 50 ഡേയ്സ് ആയിട്ടും അവരുടെ വീടിനുള്ളിലാണ്. അപ്പം നമ്മൾ പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, നമ്മുടെ റൂമിലിരിക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന ചില ജ്യേഷ്ഠകൾ, കോപ്രായങ്ങൾ, അതൊക്കെ ഇവർ ഈ 50 ദിവസവും ഈ ക്യാമറയ്ക്ക് ഉള്ളിലാണ്, ആ ക്യാമറാസ് അവരെ ഫോക്കസ് ചെയ്യുവാണ് എന്ന് വെച്ച് നമുക്ക് ഹ്യൂമൻ്റെ ഒരു നേച്ചറുണ്ട്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? തുമ്മുന്നത്, മൂക്ക് ഇങ്ങനെ ചൊറിയുന്നത്, ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് എഡിറ്റിംഗ് ഡെസ്കിലേക്ക് വന്ന് ഏത് രീതിയിലാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മളെ സാധാരണക്കാരുടെ ആളുകൾ അത് കണ്ടിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പ് യൂട്യൂബിൽ പ്രീമിയർ ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ പുറത്ത് വന്നിരുന്നു. അത് ജാസ്മിൻ അതിനകത്ത് കയറിയതിന് ശേഷമാണ് വന്നത്. അതിനകത്ത് കറക്റ്റായിട്ട് ജാസ്മിൻ പറയുന്നുള്ളൂ, ഞാൻ ലവ് ട്രാക്ക് ഒന്നും പിടിക്കാനല്ല പോകുന്നത്. അപ്പം ജാസ്മിൻ അതിനകത്ത് കയറിയതിന് ശേഷം ജാസ്മിൻ ഒന്നെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജാസ്മിൻ തന്നെ ആ ഒരു ട്രാക്കിലേക്ക് പോയതായിരിക്കാം. എന്താണെങ്കിലും ആ ഒരു രീതിയിലുള്ള കണ്ടന്റ് പുറത്തേക്ക് വരുമ്പോൾ ചാനലിൻ്റെ TRP കൂടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവർ ആ ഒരു കണ്ടന്റ് തന്നെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അതിലെ ചില കണ്ടൻസ് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ
എല്ലാ എപ്പിസോഡിലും ആ ഒരു 4 ആഴ്ചത്തോളം എല്ലാ എപ്പിസോഡിലും ഏറ്റവും കൂടുതൽ കാണിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതുമാണ്. ഇതേസമയം അതിൻ്റെ മറ്റു പലയിടത്തും പല ചർച്ചകളും പല ആൾക്കാരും കൂടി നിൽക്കുന്നതും സംസാരിക്കുന്നതുമുണ്ട്. പക്ഷെ അതൊന്നും അവർ പുറത്തേക്ക് വിട്ടില്ല. എന്തുകൊണ്ട്? അത് അവരുടെ ആ ഒരു സ്ട്രാറ്റജിയാണ്. കാരണം അവർക്കറിയാം നമ്മൾ മലയാളികൾ എങ്ങനത്തെ കണ്ടന്റ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്, ഏത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ഇട്ട് കൊടുത്താലാണ് ഒരാളെ നമ്മൾ വലിച്ചു കീറി ഒട്ടിക്കുന്നതെന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പം ആ ഒരു നമ്മുടെ ഒരു കപട സദാചാര ബോധത്തെ ഇളക്കി വിടുക എന്നുള്ള ആ ഒരു സംഭവം തന്നെയാണ് അവരുടെ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ അതിന് എക്സാമ്പിളായിട്ട് വേറൊരു കാര്യം പറയാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യം മനസ്സിലാകും. കഴിഞ്ഞ ദിവസം ജാസ്മിനും ആരായിരുന്നു, അബിയാന്ന് തോന്നുന്നു, സോഫയിലിരുന്ന് രാത്രിയിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാസ്മിന് കാലിലെ നഖം കടിക്കുന്ന ഒരു ക്ലിപ്പ് പുറത്തു വിട്ടിരുന്നു. വേണമെങ്കിൽ അതേ സമയത്ത് ലോഞ്ചിലും പല ഏരിയാസിലുമായിട്ട് പല ചർച്ചകളും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. വേണമെങ്കിൽ അവർക്ക് ഈ ഒരു ക്ലിപ്പ് ഒഴിവാക്കാമായിരുന്നു. എന്തുകൊണ്ട് അവരത് ഒഴിവാക്കിയില്ല? മേ ബി അതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അത് കാലിൽ നഖം കടിക്കുന്നത് നല്ല കാര്യമാണെന്നോ അത് അൺഹൈജീനിക് അല്ലെന്നോ ഒന്നും ഞാൻ പറയുന്നത്. വേണമെങ്കിൽ ഇത്രയധികം ഹേറ്റ് ജാസ്മിനെതിരെ ഉള്ളത് കൊണ്ട് ആ ഒരു ക്ലിപ്പ് അവർക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അവർ ഒഴിവാക്കിയോ? കാരണം അവർ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനോ അല്ല അവരുടെ പേഴ്സണാലിറ്റിക്ക് മോശം വരുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നതിലോ ഒന്നും അവർക്കൊരു മനോവിഷമവുമില്ല. കാരണം എന്താണ്? അവർ ഹാപ്പിയാകുന്ന എന്തുകൊണ്ടാണ്? അവരുടെ കയ്യിലേക്ക് ക്യാഷ് വരുമ്പം അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാമിൻ്റെ റേറ്റിംഗ് കൂടുമ്പോഴാണ് അവർ ഹാപ്പി ആകുന്നത്. അതുകൊണ്ടാണ് അവർ ഈ ടൈപ്പ് ഓഫ് കണ്ടന്റ് പുറത്തേക്ക് വരുന്നത്. ഇനി ഇതുപോലെ ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ പറയാം. അർജുൻ ശ്രീതു കോമ്പിനേഷൻ, ഈ ജാസ്മിൻ ഗബ്രി കോമ്പിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഹൈപ്പാണ് ഉണ്ടാക്കിയെങ്കിൽ കുറച്ച് ക്യൂട്ട് കൈൻഡ് ഓഫ് ഹൈപ്പ് അർജുൻ ശ്രീതു കോമ്പിനേഷനിൽ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അതിന് വേണ്ടിയിട്ട് ഓരോ പ്രോഗ്രാം, ഇപ്പോൾ ശ്രീതു റാംബാക്ക് എന്ന സമയത്ത് അർജുനെ ഫേസ് ഹൈലൈറ്റ് ചെയ്യുക, അത് കാണിക്കുക. ഇപ്പോൾ അർജുൻ ചിരിക്കുന്നത് ചിലപ്പോൾ ആ ശ്രീതു വാക്ക് ചെയ്യുമ്പോൾ ഉള്ള വിഷ്വലാണ്. നിങ്ങൾക്ക് എന്താണ് ഉറപ്പ്? വേറെ എപ്പോഴെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞപ്പോൾ അർജുൻ ചിരിച്ചൊരു വിഷ്വൽ എടുത്ത് അവർക്ക് അവിടെ എഡിറ്റ് ചെയ്ത് ചേർത്തുകൂടെ? അങ്ങനെ അവർ ചെയ്തതല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അതുപോലെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോഴത്തേക്കിനും എന്തോ ശ്രീതുവിന് നാണം വരുന്നോ അങ്ങനെ എന്തോ ഒരു പാട്ട് എന്തോ പാടിയിട്ട് അങ്ങനെ എന്തോ ഒരു കാര്യം ചോദിച്ചു. അതും ഇതുപോലെ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഇതുപോലൊരു കോമ്പിനേഷൻ പുറത്തേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളത് വർക്കൗട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു പ്രേമോ അല്ലെങ്കിൽ ഇല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് അവിടെ ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ടുള്ള വിഷ്വൽ എഡിറ്റ് ചെയ്തും അല്ലാതെ ഇങ്ങനെ സംസാരിച്ചും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവർ എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ്, നമ്മൾ പ്രേക്ഷകർ ആണ് ഇതിൻ്റെ വിധിയിടുന്നത്, പ്രേക്ഷകരുടെ വോട്ടിൻ്റെ ഇതിലാണ് അവിടെ ആൾക്കാർ നിൽക്കുന്നതും പോകുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ നോറ എങ്ങനെയാണ് ഈ ആഴ്ച അവിടെ സേവ് ആയത്? നോറേനെ കഴിഞ്ഞും കൂടുതൽ വോട്ട് ഉണ്ടായിരുന്നതാണ് ഈ പറയുന്ന ജിൻഡോയ്ക്കും ജാസ്മിനും ഒക്കെ. പക്ഷെ അവരെങ്ങോട്ട് വന്നു? നോമിനേഷനിലേക്ക് വന്നു. പക്ഷെ അവർ നോമിനേഷനിലേക്ക് വന്നിട്ടോ അവർ രണ്ടുപേരും സേവ് ആകുകയും ചെയ്തു. ഇതിന് തൊട്ട് മുമ്പ് ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ, ജിൻഡോയും ജാസ്മിനും പുറത്തായി എന്ന് പറഞ്ഞ് ഞാൻ തംബ്നെയിൽ കൊടുത്തു വെച്ച ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും ജിൻഡോയും ജാസ്മിനും പുറത്താകില്ല. കാരണം അവർ രണ്ടുപേരും ബിഗ് ബോസിനകത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അവർക്ക് എത്ര വോട്ട് കുറഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഒരു 70-80 ഡേയ്സ് വരെ അവരതിനകത്ത് നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നമുക്ക് തിരിച്ച് അഖിൽ മാരാർ പറഞ്ഞ സിബിൻ്റെ കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടായിരിക്കും അവർ സിബിനെ പുറത്താക്കിയത്? അപ്പം നോക്കിക്കേ, സിബിൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നതിന് ശേഷം ഈ പറയുന്ന ജാസ്മിനുമായിട്ടും ജിൻഡോയുമായിട്ടും അതുവരെ ടോപ്പിൽ നിന്ന കണ്ടസ്റ്റൻസും ഒക്കെ ആയിട്ടും കോമ്പറ്റൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ഈ പറയുന്ന ചീത്ത വാക്കുകൾ ഇതൊക്കെ യൂസ് ചെയ്യാതെ തന്നെ ഏകദേശം അഖിൽ മാരാരൊക്കെ നിന്ന രീതിയിലുള്ള നല്ല കണ്ടന്റ് പ്രൊവൈഡ് ചെയ്ത ആളാണ് സിബിൻ. നല്ലൊരു എൻ്റർടൈനർ ആയിരുന്നു, നല്ലൊരു ഗെയിമർ ആയിരുന്നു. പക്ഷെ അപ്പം അവരവിടെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ജാസ്മിൻ്റെയും ജിൻഡോയുടെയും ഗബ്രിയുടെയും ഒക്കെ ആ ഒരു കണ്ടന്റ് സിബിൻ്റെ കണ്ടന്റിനകത്ത് മൂടിപ്പോവുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, പ്രേക്ഷകരുടെ കൂടുതൽ സപ്പോർട്ട് സിബിന് പോകുന്നു, പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട് സിബിന് പോകുന്നു. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട് സിബിന് കൂടുതൽ പോയാൽ ചാനലിൻ്റെ TRP കുറയും. സോ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ പ്രൊവോക്കിംഗ് ആയിട്ട് അവിടെ സിബിൻ ഒരു ജസ്റ്റർ കാണിച്ചു. അതിനെ കഴിഞ്ഞും വലിയ സംഭവങ്ങളൊക്കെ അവിടെ വേറെ ഉണ്ടായിട്ടുണ്ട്. സോ അതിൻ്റെ പേരിൽ സിബിനെ അത്രയും ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു. അതുപോലെ തന്നെ അഖിൽ മാരാർ പറയുന്നത് പോലെ സിബിന് ട്രാങ്കിലേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ വലിയൊരു തെറ്റാണ്. കാരണം ഒരു ഡോക്ടർ
ടെസ്റ്റ് ഒരു രോഗിയെ പരിശോധിക്കാതെ കറക്റ്റായിട്ടുള്ള ടെസ്റ്റുകൾ അനലൈസ് ചെയ്യാതെ ഇത്ര എമൗണ്ട് ഓഫ് ട്രാൻക്വിലേഴ്സ് എന്നുള്ള പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു രോഗിക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത മരുന്നാണ് ട്രാൻക്വിലേഴ്സ്. അപ്പോൾ അത് ഡോക്ടർ വരുന്നതിന് മുമ്പ് ഈ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ് സിബിനെ കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ക്രൈമാണ്. അവരതിനെതിരെ നിയമ നടപടി നേരിടുക തന്നെ ചെയ്യണം. കാരണം ട്രാൻക്വിലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നതാണ്. അതിനകത്ത് അഖിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ട്രാൻക്വിലേഴ്സ് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു മാനസികമായ പ്രശ്നമില്ലാത്തൊരാൾക്ക് ട്രാൻക്വിലേഴ്സ് കൊടുത്താൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, മനസ്സിലായില്ല. അത് ഒരു സർട്ടൻ കൈൻഡ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഹോർമോൺസും ഒക്കെയാണ് ഈ പറഞ്ഞ ട്രാൻക്വിലേഴ്സ് എന്ന് പറയുന്നത്. സോ അത് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം മാരകമാണെന്നുള്ളത്. സോ ആ ഒരു രീതിയിൽ സിബിനെ പുറത്താക്കാനുള്ള ഒരു നീചമായ ഒരു വൃത്തികെട്ട പരിപാടി ഈ ചാനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബിഗ് ബോസ് സീസൺ 6ന്റെ ക്രെഡിബിലിറ്റി പോയി എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അഖിൽ മാരാറുടെ വീഡിയോയിലും മറ്റ് വീഡിയോയിലും ഒക്കെ ഈ പറഞ്ഞ നോറയെയും ജാസ്മിനെയും ജിൻഡോയും ഒക്കെ കുറ്റം പറഞ്ഞ് ഇപ്പം കുറേ പേര് പറഞ്ഞത് ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് നിൽക്കുന്നത്. ജാസ്മിന് ബിഗ് ബോസ് കപ്പ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ജാസ്മിനോട് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണോ? അല്ല, ജാസ്മിനെ പറ്റിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കണ്ടന്റ് പുറത്തേക്ക് പോയി അതാണ് ഈ ഷോയുടെ റേറ്റിംഗ് എന്ന് അറിയുന്നത് കൊണ്ടാണ് ജാസ്മിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ഇപ്പം ജാസ്മിൻ ആണെങ്കിലും കഴിഞ്ഞ ദിവസം നോറയാണെങ്കിലും അതുപോലെ തന്നെ റസ്മിൻ ആണെങ്കിലും ഡിപ്രഷനുണ്ട്, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, നോറയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുവാണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് കൺഫെഷൻ റൂമിലേക്ക് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ബിഗ് ബോസ് എങ്ങനെയാണ് പ്രതികരിച്ചത്? നോറ, നിങ്ങൾ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്, നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ്, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കരുത്, നിങ്ങൾ ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകും. ഇതേ കാര്യങ്ങൾ തന്നെയാണ് റസ്മിൻ കൺഫെഷൻ റൂമിലേക്ക് ചെന്നപ്പോൾ റസ്മിനോടും പറഞ്ഞു വിട്ടത്. അതുപോലെ തന്നെയാണ് മെൻ്റലി ഡിപ്രഷനാണ്, ഡൗൺ ആയി പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ കൺഫെഷൻ റൂമിലേക്ക് ചെന്നപ്പോഴും ഇതുപോലെ തന്നെയാണ് ബിഗ് ബോസ് പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കൊടുത്ത് അവരെ തിരിച്ച് ഗെയിമിലേക്ക് വിടുവാണ്. പക്ഷേ എന്തുകൊണ്ട് ആ ഒരു അപ്രോച്ച് ഇതുപോലെ തന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, ഇതുപോലെ ഇതേ പ്രശ്നങ്ങൾ തന്നെ ഉന്നയിച്ച് കൺഫെഷൻ റൂമിലേക്ക് പോയ സിബിന് ഇതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കൊടുത്ത് എന്തുകൊണ്ട് ഗെയിമിലേക്ക് സിബിൻ തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടും അവർ തിരിച്ചു കൊണ്ടുവന്നില്ല? സോ അവിടെയാണ് ഇതിൻ്റെ ഡിസ്ക്രിമിനേഷനും ഇവിടെ ഈ പറയുന്ന ഈ ഒരു ചെകുത്താൻ കൈൻഡ് ഓഫ് കളിയും നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇനിയും ഓരോ കണ്ടസ്റ്റൻസിനെയും ചീത്ത വിളിക്കുന്നവരും അല്ലെങ്കിൽ ചില കണ്ടസ്റ്റൻസിനെ ഭയങ്കരമായിട്ട് നിങ്ങൾ ഉയർത്തി കാണിക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ അതിനകത്ത് കാണുന്ന കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ അവിടെ നടക്കുന്നത്. ഇതൊരു എഡിറ്റിംഗ് ഡെസ്കിലൂടെ പോകുന്നതാണ്. കുറേ പേര് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റഡ് അല്ലെങ്കിൽ പോലും അവർക്ക് പർട്ടിക്കുലർ ടാസ്ക് കൊടുത്ത് ഇതിൻ്റെ ഗതി മാറ്റി വിടാനായിട്ടുള്ള ഒരു കൺട്രോൾ അവരുടെ കയ്യിലുണ്ട്. സോ അതാണ് ഔട്ട്പുട്ടായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുക. അപ്പോൾ ഇത് കാണുമ്പം ഇതിനകത്ത് കാണുന്നത് മാത്രം മനസ്സിലേക്കെടുത്ത് ഓരോ ആൾക്കാരെ ചീത്ത വിളിക്കാനോ സ്ലട്ട് ഷെയിം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ കുറ്റം പറയാനോ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പുറത്തേക്ക് വരുന്ന കണ്ടന്റിനെ നമ്മൾ വിവേക ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. അല്ലാതെ ആ കാണുന്നതെല്ലാം വിശ്വസിച്ച് അങ്ങനെ അല്ല നമ്മൾ ആ ഒരു ഗെയിമിനെ കാണേണ്ടത്. കാരണം ഇവർ നമുക്ക് തരുന്ന എന്താണോ അത് നമ്മൾ അതുപോലെ വിശ്വസിക്കുമ്പോൾ നമ്മളവിടെ മണ്ടന്മാരൊക്കെ ശരിക്കും നമ്മളെ മണ്ടന്മാരാക്കി കുറേ ആൾക്കാർ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും സ്ലട്ട് ഷെയിം ചെയ്യുന്നതും ഒരു മനുഷ്യനെ കളിയാക്കുന്നതും കാണാനാണ് മലയാളികൾക്ക് ഇഷ്ടം. ആ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റാണ് അവർ പുറത്തേക്ക് വിടുന്നത്. സോ അത് നമ്മൾ വിവേകത്തോടെ ആ വിഷ്വൽസ് കാണുക, ആ ഗെയിമിനെ അതുപോലെ തന്നെ എടുക്കുക. അപ്പം നിങ്ങളിങ്ങനെ ഓരോ ആൾക്കാരെയും കുറ്റം പറയുന്നതും കുറേ ആൾക്കാരെ ഭയങ്കരമായിട്ടും പൊക്കി പിടിക്കുന്ന ആൾക്കാരെ ഒന്നും കൂടെ ആ കണ്ടന്റുകൾ കാണുമ്പോൾ നിങ്ങളൊന്ന് ക്രിട്ടിസൈസ് ചെയ്ത് ചിന്തിച്ച് നോക്കൂ. എന്തുകൊണ്ടായിരിക്കും ഈ കണ്ടന്റ് ഇങ്ങനെ വന്നത്? എന്തുകൊണ്ടായിരിക്കും ഇവരുടെ തംബ്നെയിൽ ഇവർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നിങ്ങൾക്ക് ഈ അഖിൽ മാരാർ പറഞ്ഞ കാര്യത്തിൻ്റെ കിടപ്പ് വശങ്ങൾ അത് കറക്റ്റായിട്ട് പുള്ളി എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ അപ്പം ബിഗ് ബോസ് സീസൺ 6ൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇനി അടുത്ത ഒരു 50 എപ്പിസോഡ്സും കൂടെ വരാൻ വേണ്ടിയിട്ടുണ്ട്. തീർച്ചയായും ഞാൻ എപ്പിസോഡ്സ് കാണുകയും ചെയ്യും, റിവ്യൂ ചെയ്യുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് തൊട്ടുമ്പോൾ 3 വീഡിയോസും കൂടെ കണ്ടിട്ട് അഭിപ്രായം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.